23-ാം ശ്ലോകത്തിൽ വിഘ്നവിനാശകനായ ഗണപതിയെക്കുറിച്ച് പഠിച്ച നാം ഇനി 24-ാം ശ്ലോകത്തിൽ ഈ പുരാണത്തിൻ്റെ പരമലക്ഷ്യമായ ശ്രീകൃഷ്ണ ജന്മഖണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 24-ാം ശ്ലോകം ശ്രീകൃഷ്ണ ജന്മഖണ്ഡ വിവരണം. ഈ പുരാണത്തിൻ്റെ സാരസർവസ്വമായ 4-ാം ഖണ്ഡത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ചതുർത്ഥം കൃഷ്ണ ജന്മാഖ്യം ഖണ്ഡം ച പരമാദ്ഭുതം യത്ര കൃഷ്ണസ്യ ചരിതം ബ്രഹ്മണാ ച നിരൂപിതം. പദാനുപദ അർത്ഥം. ചതുർത്ഥം നാലാമത്തേത്, കൃഷ്ണജന്മാഖ്യം കൃഷ്ണജന്മം എന്നു പേരുള്ള, ആഖ്യ പേര്, ഖണ്ഡം ഖണ്ഡം ഭാഗം, പരമാദ്ഭുതം പരമമായ അദ്ഭുതം നിറഞ്ഞത്, അത്യന്തം വിസ്മയകരം, യത്ര എവിടെയാണോ ഏതൊന്നിലാണോ, കൃഷ്ണസ്യ ശ്രീകൃഷ്ണൻ്റെ, ചരിതം ചരിത്രം ലീലകൾ ജീവിതം, ബ്രഹ്മണ ബ്രഹ്മാവിനാൽ, നിരൂപിതം വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ശ്ലോകത്തിൻ്റെ സാരാംശം. നാലാമത്തേത് ശ്രീകൃഷ്ണ ജന്മഖണ്ഡമെന്ന് അറിയപ്പെടുന്നു. ഇത് അത്യന്തം അത്ഭുതകരമായ ഭാഗമാണ്. ബ്രഹ്മാവിനാൽ വിവരിക്കപ്പെട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദിവ്യലീലകളും ചരിത്രവുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം ബ്രഹ്മവൈവർത്ത പുരാണത്തിൻ്റെ ആത്മാവിനെ തൊട്ട് കാണിക്കുന്നു. പരമാത്ഭുതം, ദ സുപ്രീം വണ്ടർ. ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകൾ ബുദ്ധിക്ക് അപ്പുറമുള്ളതാണ്. സാധാരണ യുക്തി കൊണ്ട് അളക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇതിനെ പരമാത്ഭുതം എന്ന് വിളിക്കുന്നത്. ഒരു ശിശുവായിരിക്കെ പ്രപഞ്ചത്തെ മുഴുവൻ വായിൽ കാട്ടിക്കൊടുത്ത ഭഗവാന്റെ ഐശ്വര്യം ഇവിടെ വർണ്ണിക്കപ്പെടുന്നു. ബ്രഹ്മണാ നിരൂപിതം. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് തന്നെ ഭഗവാന്റെ മഹിമകൾ വിവരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. സൃഷ്ടി നടത്തുന്നവൻ പോലും ആ ശക്തിയുടെ ഉറവിടമായ കൃഷ്ണനെയാണ് ധ്യാനിക്കുന്നത് എന്ന് ഇത് വ്യക്തമാക്കുന്നു. രാധാകൃഷ്ണ തത്വം. ഈ ഖണ്ഡത്തിലാണ് രാധയുടെയും കൃഷ്ണൻ്റെയും ഗഹനമായ ആത്മീയ ബന്ധം അഥവാ ഗോലോക ലീലകൾ പുരാണം വിവരിക്കുന്നത്. ഇത് വെറും പ്രണയ കഥയല്ല, മറിച്ച് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ പ്രതീകമാണ്. ഗുരുനാഥൻ്റെ ഉപദേശം. വത്സ, നമ്മുടെ പഠനയാത്രയുടെ ലക്ഷ്യം ഈ 4-ാം ഖണ്ഡമാണ്. ബ്രഹ്മഖണ്ഡത്തിലൂടെ പ്രപഞ്ചത്തെ അറിഞ്ഞു, പ്രകൃതിയിലൂടെ ശക്തിയെ അറിഞ്ഞു, ഗണേശഖണ്ഡത്തിലൂടെ വിഘ്നങ്ങൾ നീക്കി. ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത് സാക്ഷാൽ പരബ്രഹ്മമായ ശ്രീകൃഷ്ണൻ്റെ സന്നിധിയിലാണ്. ഏതൊരു അറിവും ഭക്തിയിൽ അവസാനിക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. 4 ഖണ്ഡങ്ങളെയും കുറിച്ചുള്ള ഏകദേശ രൂപം നാം പൂർത്തിയാക്കി. ഇനി 25-ാം ശ്ലോകത്തിൽ ഈ പുരാണം കേൾക്കുന്നത് കൊണ്ടുള്ള ആത്യന്തികമായ ഫലശ്രുതിയെക്കുറിച്ച് സൂതൻ പറയുന്നതിലേക്ക് നമുക്ക് കടക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.